ഷംസാദ് മരക്കാർ, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. നമുക്ക് ആദ്യം സിറ്റിംഗ് MP-യിൽ നിന്ന് തുടങ്ങിയാൽ, ഈ വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി അഭിമുഖീകരിക്കുന്ന വനം വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ ഏതു വിഷയത്തിലാണ് നമ്മളുടെ സിറ്റിംഗ് MP ഇടപെട്ടിരിക്കുന്നത്? ഇപ്പോൾ CBIക്ക് ഈ പൂക്കോട് മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് കത്ത് കൊടുത്തല്ലോ. കേന്ദ്രത്തിൽ 1972 വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതിക്ക് നമ്മുടെ സിറ്റിംഗ് MP എന്തു ചെയ്തു? ഒരു കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ചെയ്യുന്നത് പോലും ഒരു MP ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് MP-ക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായി മാറില്ലേ? കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലർ ചെയ്യുന്ന അത്രയും പ്രവർത്തനം MP നടത്തിയില്ല എന്നുള്ളത് വെറും രാഷ്ട്രീയമായി പറയുന്ന ഒരു വാക്കാണ്. അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. കാരണം MP-യുടെ ഫണ്ട് മാത്രം തന്നെ 17 കോടി രൂപയാണ് MP ഫണ്ട് ഉണ്ടാവുക, എല്ലാ MP-മാർക്കും കേരളത്തിലുള്ളത്. പക്ഷേ ഈ വയനാട് ജില്ലയിൽ MP ഫണ്ട് 27 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആ 27 കോടിയിൽ 10 കോടി എന്ന് പറയുന്നത് മറ്റ് രാജ്യസഭാ MP-മാരുടെ കൂടെ JB മേത്തറിനെയും മറ്റുള്ള MP-മാർ. അപ്പോൾ അതിൽ കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമേ ഉള്ളൂ MP-യുടെ ഫണ്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട്. വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് MP എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഇതിനകത്തൊരു ചർച്ച നടക്കുന്നത് ഷെഡ്യൂൾഡുകൾ മാറ്റുന്നവർ, ഷെഡ്യൂൾഡ് 5-ൽ നിന്ന് 1ഉം 2ഉം ആക്കി നമ്മൾ ചുരുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ MP ഇല്ല. എനിക്ക് തോന്നുന്നത് MP അന്ന് അയോഗ്യനാക്കപ്പെട്ട സമയത്താണ് ഈ ചർച്ച ഓൺഗോയിങ് ആയി നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഭൂപേന്ദ്ര യാദവിന് രാഹുൽ ഗാന്ധി എത്ര കത്തുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള അറിയാം. ഇനി MP ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നാട്ടിൽ വന്യമൃഗശല്യം ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു, യാഥാർത്ഥ്യമാണല്ലോ. ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നും രാഹുൽ ഗാന്ധി വന്ന് ഈ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചിട്ടാണ് കോഴിക്കോട് നിന്ന് AK ശശീന്ദ്രൻ എന്ന് പറയുന്ന വനം വകുപ്പ് മന്ത്രി ഈ ആളുകളെ കാണാനെങ്കിലും എത്തിയത്. MP-യേക്കാൾ വലിയ ദൂരത്തിലല്ലല്ലോ AK ശശീന്ദ്രൻ. പോളിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്കകത്തുണ്ടായിരുന്നു. അന്ന് ബീക്കൺ ലൈറ്റ് ഇട്ട് കോഴിക്കോട് അങ്ങാടിയിലൂടെ ശശീന്ദ്രൻ പോയല്ലോ. AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി ഒന്ന് കയറി ഒരു അന്തിമോപചാരം അർപ്പിക്കേണ്ട മര്യാദയുണ്ടോ? ഇല്ലല്ലോ. MP അല്ലേ ഇവിടെ ആദ്യം വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ജനപ്രതിയുടെ കടമയാണ്. പക്ഷെ ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. 2, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാരാ? സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. അരുൺ അടക്കം വാർത്ത ചെയ്താണ് പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. എപ്പോഴാണ് ബാക്കി 5 ലക്ഷം രൂപ കൊടുത്തത്? കഴിഞ്ഞ ദിവസം. ഈ തുക താമസിപ്പിച്ചതാരാ? സംസ്ഥാന സർക്കാർ. MP ആണോ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കേന്ദ്രവും കേരളവും തമ്മിൽ ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് പോകണം. MP ഇവിടെ വരുന്നു, കർണാടകയിലെ ആളുകളുമായി ബന്ധപ്പെടുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മന്ത്രിതലത്തിലും വകുപ്പ് തലത്തിലുമുള്ള ഏകോപനം സാധ്യമാക്കാൻ വേണ്ടി കത്ത് കൊടുക്കുന്നു. കർണാടക തയ്യാറാവുന്നു, തമിഴ്നാട് തയ്യാറാവുന്നു. ഈ മാർച്ച് മാസത്തിൽ വനം വകുപ്പ് മന്ത്രിമാർ എനിക്ക് തോന്നുന്നു നീലഗിരിയിൽ വെച്ച് ഒരു മീറ്റിംഗിലേക്ക് പോകുന്നു. അത് ചെയ്യും. പിന്നെ ഈ രീതിയിൽ ഒരു MP ഇടപെടേണ്ട. പക്ഷെ അവിടെ ഒരു സംശയമുണ്ട്. കത്ത് കൊടുക്കാൻ വേണ്ടി എന്തിനാണ് സാർ നമുക്കൊരു MP? കത്ത് കൊടുക്കാൻ മണ്ഡലത്തിൽ സജീവമായി നിന്ന് ഇടപെടുന്ന ഒരു MP അല്ലേ വയനാട് ആഗ്രഹിക്കുന്നത്? തീർച്ചയായും. ഈ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് കത്ത് കൊടുക്കാൻ MP വരും അങ്ങനെ അരുൺ അതിനെ ആ രീതിയിലേക്കല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി ആരാണ് എന്നും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം എന്താണ് എന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടോ എന്നുള്ളതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. സാർ ഒരു സംശയം, നമ്മൾ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു MP സ്വന്തം മണ്ഡലത്തിൽ പോകുന്നത് ഇത്രയധികം വാർത്തയാക്കിയിട്ടുണ്ടോ? കേരളത്തിൽ ഈ വയനാട് മണ്ഡലത്തിൽ എത്ര തവണ നമ്മുടെ MP എത്തിയിട്ടുണ്ട്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. MP വയനാട്ടിൽ വരുന്നത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? നേതാവായതുകൊണ്ടാണ്. ദേശീയ നേതാവായതുകൊണ്ട് നിങ്ങളടക്കമുള്ള ചാനലുകൾ വാർത്ത ചെയ്യും. ഞങ്ങൾ ആരും നാളെ MP വരുന്നുണ്ട് നിങ്ങൾ വാർത്ത ചെയ്യുമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ വരുന്നു, അദ്ദേഹം വീടുകൾ സന്ദർശിക്കുന്നു, എല്ലാ ചാനലുകളും വരുന്നു, ദേശീയ ചാനലുകൾ വരുന്നു. അത് സ്വാഭാവികമായ ഒരു വാർത്തയാവുന്നുണ്ട്. അതായത് വയനാട് MP സ്ഥിരമായി മണ്ഡലത്തിൽ ഇല്ലാത്തത് MP-ക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താവില്ല. MP വയനാട്ടിൽ മത്സരിക്കുമ്പോഴും ഈ നാട്ടിലെ ആളുകൾക്ക് ഒരു ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം? രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. ഈ നാട്ടിൽ BJP-ക്കെതിരെയും RSS-നെതിരെയും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം? പറയട്ടെ സാർ, വയനാട്ടിലേക്ക് ഒരു MP എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു MP ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതാണ് MP ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 17 കോടി രൂപയാണ് ഒരു MP ഫണ്ട്. കേരളത്തിലെ 27 കോടി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് വയനാട് MP ആണ്. അതിൽ തർക്കമില്ല. ഇവിടെ കോവിഡ് കാലം വന്നു. കോവിഡ് കാലം വന്നപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചാരാ? MP ആണ്. ഞാൻ ചെറിയ കാര്യം പറയുന്നുള്ളൂ. വയനാട് ജില്ലയിൽ അരുൺ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. വയനാട് മെഡിക്കൽ കോളേജ് ആദ്യത്തെ ICU ആംബുലൻസ് കൊടുത്തതാരാ? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും സാധാരണക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കുടിവെള്ളമാവട്ടെ, സ്കൂളിലെ കാര്യങ്ങളാവട്ടെ, അടിസ്ഥാന സൗകര്യമാവട്ടെ, ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങളാവട്ടെ MP ചെയ്യുന്നുണ്ട്. അതിനൊപ്പം കേന്ദ്രത്തിലും കേരളത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ, നെഞ്ചങ്കോട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് സംസാരിച്ച ആളാരാ? രാഹുൽ ഗാന്ധിയാണ്. ഈ ജില്ലയ്ക്ക് വേണ്ടിയും ഈ ലോക്സഭയ്ക്ക് വേണ്ടിയും തന്നെയല്ലേ സംസാരിക്കുന്നത്?